പിന്നെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് എഴുതിയത് LD എക്സാം ആയിരുന്നു. LD എക്സാം എഴുതുന്നതിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നേരെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ സപ്ലിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൽ സപ്ലിയിലായിരുന്നു വന്നത്. അപ്പം എനിക്കൊരു വിശ്വാസമൊക്കെ വന്ന് നമ്മളെ കൊണ്ടും ഇതൊക്കെ പറ്റും. എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു എന്താണ് പഠിക്കേണ്ടത്, ഏതാണ്. ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10th പ്രിലിംസ് വിളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് ഡിഗ്രി പ്രിലിംസ് അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ കിട്ടിയിട്ട്. പക്ഷെ മെയിനിൽ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ഈ സമയത്ത് രണ്ടാമത്തെ 10th പ്രിലിംസ് ഞാൻ നന്നായിട്ട് പഠിച്ചു. പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെയും കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓർക്കണുണ്ടോ നിങ്ങൾ? ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലേ. എനിക്ക് ആ കറണ്ട് അഫേഴ്സ് ആണ് എൻ്റെ ഞാൻ ഇപ്പം ജോലിയിൽ കയറിയ എക്സാമിന് ഏറ്റവും പ്രയോജനം ചെയ്തത്. അതായിരുന്നു എനിക്ക് ആർക്കും കിട്ടാത്ത ആ കറണ്ട് അഫേഴ്സ് ഒക്കെ എനിക്ക്